ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ്. നമ്മൾ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റിന് ഒരു ഡെഫിനിഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഇത് അടുത്ത വേറൊരു ഡെഫിനിഷനാണ്. കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഇൻ വാക്വം C0 ഈക്വൽസ് എപ്സിലോൺ 0 A/D. ഒരു ഡൈഇലക്ട്രിക് മീഡിയം ആ കപ്പാസിറ്റർ പ്ലേറ്റിന്റെ ഇടയിൽ വെക്കുകയാണെങ്കിലോ, then the equation is C equals epsilon 0 Ka/d. ഇവിടെ C0 എന്ന് പറയുകയാണെങ്കിൽ എയറിലുള്ള കപ്പാസിറ്റൻസ് ആണ്. ഒരു മീഡിയം ഡൈഇലക്ട്രിക് മീഡിയം വെക്കുമ്പോൾ കപ്പാസിറ്റൻസ് ആണ് C. രണ്ട് ഇക്വേഷൻ ഒന്ന് ഡിവൈഡ് ചെയ്യാം. ഇക്വേഷൻ 2 by equation 1 gives C by C0 equals K. So you can define the dielectric constant as the capacitance between the capacitor plates with medium by the capacitance between the capacitor plates with vacuum. അപ്പോൾ നമ്മൾ ഇതുവരെ ഫസ്റ്റ് ചാപ്റ്ററും സെക്കൻഡ് ചാപ്റ്ററിലുമായിട്ട് കേക്ക് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റിന് 4 ഡെഫിനിഷൻസ് പഠിച്ചിട്ടുണ്ട്. 4 എണ്ണം. അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കുക. ഇതിൽ ആദ്യത്തത് K equals epsilon by epsilon 0. ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചതാണ്. രണ്ടാമത്തത് K equals force between two charges in air by force between the two charges in medium. അതും നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചതാണ്. ഇനി മൂന്നാമത്തത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. K equals E0 by E. The electric field between the capacitor plates with vacuum by electric field between the capacitor plates with medium. നാലാമത്തെ നമ്മളിപ്പോൾ പറഞ്ഞതാണ് K equals C by C0. അങ്ങനെ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് കാണാൻ നമുക്ക് 4 ഇക്വേഷൻസ് അവൈലബിൾ ആണ്. അടുത്തത് കപ്പാസിറ്റേഴ്സിന്റെ കോമ്പിനേഷൻ ആണ്. നമുക്ക് കപ്പാസിറ്റേഴ്സിനെ കമ്പൈൻ ചെയ്യാൻ പറ്റും. രണ്ട് രീതിയിൽ നമുക്ക് കപ്പാസിറ്റൻസിനെ കമ്പൈൻ ചെയ്യാം. ഇതിൽ ആദ്യത്തത് സീരീസ് കോമ്പിനേഷൻ ആണ്. ഇങ്ങനെ സീരീസ് ആയിട്ട് കമ്പൈൻ ചെയ്യാൻ നോക്കുക. ഇവിടെ 3 കപ്പാസിറ്റേഴ്സ് ഉണ്ട്, C1, C2, C3. അതിൽ ആദ്യത്തെ കപ്പാസിറ്ററിന്റെ നെഗറ്റീവ് മറ്റേ കപ്പാസിറ്ററിന്റെ പോസിറ്റീവിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ കപ്പാസിറ്ററിന്റെ നെഗറ്റീവ് മൂന്നാമത്തെ കപ്പാസിറ്ററിന്റെ പോസിറ്റീവിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു കപ്പാസിറ്ററിന്റെ നെഗറ്റീവ് മറ്റേ കപ്പാസിറ്ററിന്റെ പോസിറ്റീവിലേക്ക് കൊടുക്കുക. ആ ടൈപ്പ് കോമ്പിനേഷനെയാണ് നമ്മൾ സീരീസ് കോമ്പിനേഷൻ എന്ന് പറയാം. ഇപ്പൊ ഇവിടെ 3 കപ്പാസിറ്റേഴ്സ് ആണ് നമ്മൾ സീരീസ് ആയിട്ട് കമ്പൈൻ ചെയ്തിരിക്കുന്നത്, C1, C2 ആൻഡ് C3. അതിനെ നമ്മൾ ഒരു ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. ബാറ്ററിയുടെ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ വോൾട്ടേജ് V ആണ്. The voltage അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഓഫ് ദ ബാറ്ററി ഈസ് V. അങ്ങനെ V എന്നുള്ള ഒരു ബാറ്ററിയിലേക്ക് കൊടുക്കുമ്പോൾ ഈ ബാറ്ററിയിലൂടെ ചാർജ് ഒഴുകാൻ തുടങ്ങും. Q ആയിക്കോട്ടെ ആ ചാർജ്. സീരീസ് കോമ്പിനേഷനിൽ നമ്മൾ V എന്നുള്ള പൊട്ടൻഷ്യൽ ഈ കോമ്പിനേഷനിൽ കൊടുത്താൽ ആദ്യത്തെ കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ട് V1 വോൾട്ടേജ് വരും, രണ്ടാമത്തെ കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ട് V2 വോൾട്ടേജ് വരും, മൂന്നാമത്തെ കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ട് V3 വോൾട്ടേജ് വരും. ഇപ്പൊ നമുക്ക് എന്ത് പറയാം, നമ്മൾ കൊടുത്ത V എന്നുള്ള വോൾട്ടേജ് ആണ് V1ഉം V2ഉം V3യുമായിട്ട് മാറുന്നത്. ഇപ്പൊ നമുക്ക് എന്ത് പറയാം, V ഈക്വൽസ് V1 പ്ലസ് V2 പ്ലസ് V3. നമ്മൾ ഇവിടെ നിന്ന് ബാറ്ററിയിലേക്ക് കൊടുക്കുമ്പോൾ ഇതിലൂടെ ഒഴുകുന്ന ചാർജ് Q ആണ്. ആദ്യത്തെ കപ്പാസിറ്ററിന്റെ ചാർജ് എത്രയാ, Q. രണ്ടാമത്തെ കപ്പാസിറ്ററിന്റെ ചാർജ് എത്രയാ, Q. മൂന്നാമത്തെ കപ്പാസിറ്ററിന്റെ ചാർജ് എത്രയാ, Q. നമ്മൾ ആകെ കൊടുത്ത ചാർജ് എത്രയാ, Q. അപ്പൊ സീരീസ് കോമ്പിനേഷന്റെ പ്രത്യേകത എന്താ, നമ്മൾ ആകെ കൊടുത്ത ചാർജ് Q ആണെങ്കിൽ എല്ലാ കപ്പാസിറ്റേഴ്സിന് അക്രോസ് ആയിട്ടുള്ള ചാർജും Q തന്നെ ആയിരിക്കും. നമ്മൾ കൊടുത്ത വോൾട്ടേജ് Vയിൽ നിന്ന് കുറച്ച് വോൾട്ടേജ് V1 C1ന് അക്രോസ് ആയിട്ട് വരും, കുറച്ച് വോൾട്ടേജ് V2 C2ന് അക്രോസ് ആയിട്ട് വരും, കുറച്ച് വോൾട്ടേജ് V3 C3ന് അക്രോസ് ആയിട്ട് വരും. ഒന്നുകൂടി പറയാം, എന്താണ് ഒരു സീരീസ് കോമ്പിനേഷന്റെ പ്രത്യേകത, എല്ലാ കപ്പാസിറ്റേഴ്സിനും ഒരേ ചാർജ് ആയിരിക്കും, പക്ഷേ പൊട്ടൻഷ്യൽ ഡിഫറെന്റ് ആയിരിക്കും. Let Q be the charge across each capacitor and the PD is V1, V2 and V3. അപ്പൊ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, നമ്മൾ കൊടുത്ത V ആണ് V1ഉം V2ഉം V3 ആയിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, V ഈക്വൽസ് V1 പ്ലസ് V2 പ്ലസ് V3.
ഇനി V1 എത്രയാ വരിക? V1 എന്ന് പറയുകയാണെങ്കിൽ C1ന് അക്രോസ് ആയിട്ടുള്ള ആദ്യത്തെ കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ആണ് V1. നമുക്ക് വിന്റെ ഫോർമുല അറിയാം, V is equal to Q by C എന്നാലേ. അപ്പൊ V1 എന്ന് പറഞ്ഞാൽ എന്താ വരിക? Q by C1. രണ്ടാമത്തെ കപ്പാസിറ്ററിന്റെ വോൾട്ടേജ് ആ V2. അപ്പൊ V2 എന്താ വരിക? Q by C2. മൂന്നാമത്തെ കപ്പാസിറ്ററിൽ കിട്ടുന്ന വോൾട്ടേജ് ആ V3. അപ്പൊ V3 എന്താ വരിക? Q by C3. ഇതോടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. This is equal to Q by C1 plus Q by C2 plus Q by C3. Equation 1 കൊടുക്കുക. Equation 1 ഒന്ന് ഓർത്ത് വെക്കുക. നമ്മൾ കൊടുത്ത വോൾട്ടേജ് Q by C1, Q plus Q by C2 plus Q by C3. ഇനി ഞാൻ അടുത്ത് ചെയ്യാൻ പോകുന്നത് ഈ മൂന്ന് കപ്പാസിറ്ററും മാറ്റിയിട്ട് ഈ ബാറ്ററിയിലേക്ക് ഞാൻ ഒരൊറ്റ സിംഗിൾ കപ്പാസിറ്റൻസ് C കൊടുക്കാൻ പോവാണ്. അങ്ങനെ കൊടുക്കുമ്പോഴും ഈ കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ട് വരുന്ന ചാർജ് Q തന്നെയാണ്. നേരത്തെ നമ്മൾ 3 കപ്പാസിറ്റർ കൊടുത്തപ്പം അവിടെ വന്ന ചാർജ് എത്രയായിരുന്നു? Q ആയിരുന്നു. ഇപ്പൊ നമ്മൾ അത് 3 മാറ്റിയിട്ട് ഒരൊറ്റ കപ്പാസിറ്റർ കൊടുത്തപ്പോഴും അവിടെ വരുന്ന ചാർജ് എത്രയാണ്? Q ആണ്. അതേ ബാറ്ററിയിലേക്ക് കൊടുത്തിട്ടോ. നേരത്തെ കൊടുത്ത ബാറ്ററിന്റെ വോൾട്ടേജ് V ആയിരുന്നു, ഇപ്പോഴത്തെ വോൾട്ടേജും V ആണ്. അപ്പം ആ 3 കപ്പാസിറ്ററിന് പകരമായിട്ട് ഒരൊറ്റ കപ്പാസിറ്റർ അതേ വോൾട്ടേജിലേക്ക് കൊടുത്തപ്പോൾ നേരത്തെ പോലെ തന്നെ അവിടെ ഡെവലപ്പ് ചെയ്ത ചാർജ് Q ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ കപ്പാസിറ്റൻസിന് പറയുന്ന പേരാണ് ഇഫക്റ്റീവ് അല്ലെങ്കിൽ ഈക്വലന്റ് കപ്പാസിറ്റൻസ്. അപ്പൊ നമുക്ക് ഇതിന്റെ ഇക്വേഷൻ എഴുതാം. V equals Q by C. കണ്ടില്ലേ? V equals Q by C. നേരത്തെ നമ്മൾ ഇക്വേഷൻ 1 എന്തായിരുന്നു? V equals Q by C1 plus Q by C2 plus Q by C3. ആ ഇക്വേഷൻ 1ൽ അതേ വോൾട്ടേജ് തന്നെയാണ് ഇക്വേഷൻ 2ലെ വോൾട്ടേജ്. അപ്പൊ നമുക്ക് ഇക്വേഷൻ 1 ഇക്വേഷൻ 2 സെയിം ആണ്. അവിടുത്തെ വിയും ഇവിടുത്തെ വിയും ഒന്ന് തന്നെയാണ്. അപ്പൊ നമ്മൾ ഇക്വേഷൻ 1 ഇക്വേഷൻ 2 സെയിം ആണ്. അപ്പൊ നമുക്ക് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യാം. ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? Q by C equals Q by C1 plus Q by C2 plus Q by C3. എല്ലാത്തിനും Q കട്ട് ചെയ്യാം. 1 by C equals 1 by C1 plus 1 by C2 plus 1 by C3. ഈ സീരീസ് കോമ്പിനേഷന്റെ ഡിസ്കഷൻ ആണ്. നമുക്കൊരു എക്സാമ്പിൾ എടുക്കുക. 3 കപ്പാസിറ്റേഴ്സ് നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. 1 മൈക്രോ ഫാരഡ്, 2 മൈക്രോ ഫാരഡ്, 3 മൈക്രോ ഫാരഡ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് എന്താണ്? ഫോർമുല അപ്ലൈ ചെയ്താൽ മതി. 1 by C equals 1 by 1 plus 1 by 2 plus 1 by 3. അത് നിങ്ങൾ LCM എടുത്ത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 11 by 6 കിട്ടും. 1 by C ന്റെ വാല്യൂ ആണ് 11 by 6. അപ്പൊ C ന്റെ വാല്യൂ വരിക 6 by 11 മൈക്രോ ഫാരഡ് ആണ്. ഇതാണ് ഒന്നാമത്തെ പോയിന്റ്. സീരീസ് കോമ്പിനേഷനിൽ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കാം? ഫോർമുല അപ്ലൈ ചെയ്താൽ മതി. ഇനി രണ്ടാമത്തെ പോയിന്റ്, the effective capacitance is less than the smallest individual capacitance. എന്താ അർത്ഥം? നമുക്ക് കിട്ടിയ 6 by 11 ആണല്ലേ ഇഫക്റ്റീവ് ആയിട്ട് ഈ എക്സാമ്പിളിൽ കിട്ടിയത്. ഇത് ഒന്നിനേക്കാൾ കുറവല്ലേ? C2നേക്കാൾ കുറവല്ലേ? C3നേക്കാൾ കുറവല്ലേ? അപ്പൊ ഇഫക്റ്റീവ് ഒരു സീരീസ് കോമ്പിനേഷനിൽ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഓരോ കപ്പാസിറ്ററിനേക്കാളും കുറവായിരിക്കും. ഇനി മൂന്നാമത്തത്, എന്തിനാണ് ഈ കോമ്പിനേഷൻ ഉപയോഗിക്കുന്നത്? നമ്മളെ കയ്യിൽ 3 കപ്പാസിറ്റേഴ്സ് ഉണ്ട്. 1 മൈക്രോ ഫാരഡ്, 2 മൈക്രോ ഫാരഡ്, 3 മൈക്രോ ഫാരഡ്. എനിക്ക് വേണ്ടത് ഇതിനേക്കാളൊക്കെ കുറഞ്ഞ ഒരു കപ്പാസിറ്റർ ആണ്. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഇത് മൂന്നിനെയും കൂടി സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ മതി. അതാണ് അതിന്റെ മൂന്നാമത്തെ പോയിന്റ്. സീരീസ് കോമ്പിനേഷൻ ഇസ് യൂസ്ഡ് ടു ഡിക്രീസ് ദ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ്. ഇനി നാലാമത്തത്, ഈ എക്സാമ്പിളിൽ ഏത് കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടായിരിക്കും ഏറ്റവും കുറഞ്ഞ PD വരിക? PD എന്ന് പറഞ്ഞാൽ വോൾട്ടേജ്. ഏറ്റവും കുറഞ്ഞ പൊട്ടൻഷ്യല് 1 മൈക്രോഫാരഡിനാണോ, 2 മൈക്രോഫാരഡിനാണോ, 3 മൈക്രോഫാരഡിനാണോ? If these 3 capacitors are connected in series, which among the 3 will have the which among the 3 will have the maximum PD? ഇതാണ് നമുക്ക് കാണേണ്ടത്. ഫോർമുല നോക്കിയാൽ മതി. V is equal to Q by C എന്നാലേ. സീരീസ് കോമ്പിനേഷന്റെ പ്രത്യേകത എന്താ? എല്ലാ കപ്പാസിറ്ററിലും ഒരേ Q ആയിരിക്കും. എല്ലാ കപ്പാസിറ്ററിലും ഒരേ Q ആയിരിക്കും. 1ന് അക്രോസ് ആയിട്ടും 2ന് അക്രോസ് ആയിട്ടും 3ന് അക്രോസ് ആയിട്ടും ചാർജ് സെയിം ആണ് സീരീസ് ആയതുകൊണ്ട്. അപ്പൊ പിന്നെ വോൾട്ടേജ് മാക്സിമം ആണെങ്കിൽ എന്ത് കുറയണം? C കുറയണം. അപ്പൊ മീൻ സീരീസ് കോമ്പിനേഷൻ the voltage അല്ലെങ്കിൽ PD will be maximum across the smallest capacitance. C കുറയുമ്പോഴാണ് V maximum ആവുക. നമ്മൾ ഈ പറഞ്ഞ എക്സാമ്പിളിൽ ഏറ്റവും കുറഞ്ഞ കപ്പാസിറ്റൻസ് 1 മൈക്രോ ഫാരഡ് ആണ്. അപ്പൊ 1 മൈക്രോ ഫാരഡിന് അക്രോസ് ആയിട്ടായിരിക്കും മാക്സിമം PD വരിക. അപ്പൊ നമ്മളെ കൺക്ലൂഷൻ എന്താണ്? PD is maximum across the smallest capacitance. ഇനി അഞ്ചാമത്തെ പോയിന്റ്, when n capacitors, each of capacitance C is connected in series.
നമ്മുടെ കയ്യിൽ n കപ്പാസിറ്റേഴ്സ് ഉണ്ട്. ഓരോ കപ്പാസിറ്ററിന്റെയും വാല്യൂ C ആണ്. എല്ലാ കപ്പാസിറ്റൻസും സെയിം ആണ് C. അങ്ങനെയാണെങ്കിൽ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് എന്ത് വരും നോക്കുക. നമ്മൾ ഫോർമുല അപ്ലൈ ചെയ്ത് 1/CS ഈക്വൽസ് 1/C1 പ്ലസ് 1/C2 പ്ലസ് 1/C3 എന്നല്ലേ. അപ്പോൾ എല്ലാത്തിൻ്റെ വാല്യൂ C ആണ്. 1/CS ഈക്വൽസ് 1/C പ്ലസ് 1/C പ്ലസ് 1/C എല്ലാം കൂടി കൂട്ടി എന്താ കിട്ടുക? ഇസ് ഈക്വൽ ടു n/C എന്നാണ് കിട്ടുക അല്ലേ. അപ്പോൾ 1/CS n/C ആണെങ്കിൽ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഇൻ സീരീസ് കോമ്പിനേഷൻ CS എന്താ വരിക? CS ഈക്വൽസ് C/N. രണ്ടാമത്തെ ടൈപ്പ് കോമ്പിനേഷൻ പാരലൽ കോമ്പിനേഷൻ ആണ്. എങ്ങനെയാണ് നമ്മൾ കപ്പാസിറ്റേഴ്സിനെ കമ്പൈൻ ചെയ്യുക? ഇവിടെ ചിത്രത്തിൽ യു ക്യാൻ സീ 3 കപ്പാസിറ്റേഴ്സ് C1, C2 ആൻഡ് C3. ആദ്യത്തെ കപ്പാസിറ്ററിന്റെ പോസിറ്റീവും രണ്ടാമത്തെ കപ്പാസിറ്ററിന്റെ പോസിറ്റീവും മൂന്നാമത്തെ കപ്പാസിറ്ററിന്റെ പോസിറ്റീവും ഇത് മൂന്നും ബാറ്ററിയുടെ പോസിറ്റീവിലേക്ക് കൊടുത്തിരിക്കുന്നു. അതുപോലെ C1ന്റെ നെഗറ്റീവ്, C2ന്റെ നെഗറ്റീവ്, C3ന്റെ നെഗറ്റീവ് ഇത് മൂന്നും ബാറ്ററിയുടെ നെഗറ്റീവിലേക്കും കൊടുത്തിരിക്കുന്നു. അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന 3 കപ്പാസിറ്റേഴ്സിന്റെയും പോസിറ്റീവ് ബാറ്ററിയുടെ പോസിറ്റീവിലേക്ക് കൊടുത്തിരിക്കുന്നു. നമ്മൾ ഉപയോഗിക്കുന്ന 3 കപ്പാസിറ്റേഴ്സിന്റെയും നെഗറ്റീവ് ബാറ്ററിയുടെ നെഗറ്റീവിലേക്കും കൊടുത്തിരിക്കുന്നു. അങ്ങനെയുള്ള കോമ്പിനേഷനാണ് നമ്മൾ പാരലൽ കോമ്പിനേഷൻ എന്ന് പറയാം. ഇനി പാരലൽ കോമ്പിനേഷന്റെ പ്രത്യേകത എന്താ? നമ്മൾ V എന്നുള്ള വോൾട്ടേജിലേക്കാണ് അല്ലെങ്കിൽ ബാറ്ററിയിലേക്കാണ് 3 കപ്പാസിറ്റേഴ്സിനെയും കണക്ട് ചെയ്തിരിക്കുന്നത് അല്ലേ. ആദ്യത്തെ കപ്പാസിറ്ററിന്റെ വോൾട്ടേജ് എന്താ? V. രണ്ടാമത്തെ കപ്പാസിറ്ററിന്റെ വോൾട്ടേജ് എന്താ? V. മൂന്നാമത്തെ കപ്പാസിറ്ററിന്റെ വോൾട്ടേജ് എന്താ? V. അപ്പൊ പാരലൽ കോമ്പിനേഷനിൽ എല്ലാ കപ്പാസിറ്റേഴ്സിനും ഒരേ പൊട്ടൻഷ്യൽ ആയിരിക്കും. ഇനി ഈ ബാറ്ററിയിൽ നിന്നും ഒഴുകുന്ന ചാർജ് Q ആണ്. ആ Qവിൽ നിന്നും Q1 ചാർജ് ആദ്യത്തെ കപ്പാസിറ്ററിന് കിട്ടും, Q2 ചാർജ് രണ്ടാമത്തെ കപ്പാസിറ്ററിന് കിട്ടും, Q3 ചാർജ് മൂന്നാമത്തെ കപ്പാസിറ്ററിന് കിട്ടും. അപ്പോൾ ഒരു പാരലൽ കോമ്പിനേഷന്റെ പ്രത്യേകത എന്താ? ഒരു പാരലൽ കോമ്പിനേഷനിൽ എല്ലാ കപ്പാസിറ്റേഴ്സിനും ഒരേ പൊട്ടൻഷ്യൽ ആയിരിക്കും, പക്ഷെ ചാർജ് ഡിഫറെന്റ് ആയിരിക്കും. Let Q1, Q2 and Q3 be the charge across each capacitors and V be the PD across them. അപ്പം നമ്മൾ കൊടുത്ത Qവിൽ നിന്നാണ് Q1ഉം Q2ഉം Q3ഉം ആവുന്നത്. അപ്പം അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? The total charge Q equals Q1. Total charge Q equals Q1 plus Q2 plus Q3. ഇനി Q1 എന്താണ്? Q1 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ കപ്പാസിറ്ററിന്റെ ചാർജ് ആണ്. Q is equal to CV എന്നാ അല്ലേ. അപ്പൊ Q1 എന്ന് പറഞ്ഞാൽ C1 into V. ഇനി Q2 എന്ന് പറഞ്ഞാലോ C2 into V. Q3 എന്ന് പറഞ്ഞാലോ C3 into V. അപ്പൊ നമുക്ക് പറയാം Q1 plus Q2 plus Q3 equals C1V plus C2V plus C3V. So you can write the total charge Q equals C1V plus C2V plus C3V. ഞാൻ ഇക്വേഷൻ 1 നെയിം ചെയ്തു. ഇനി ഈ 3 കപ്പാസിറ്റേഴ്സിനും പകരമായിട്ട് ഞാനൊരു സിംഗിൾ കപ്പാസിറ്ററി സർക്യൂട്ടിലേക്ക് കണക്ട് ചെയ്യാൻ പോവാണ്. അതായത് അതേ ബാറ്ററിയിലേക്ക് സെയിം പൊട്ടൻഷ്യൽ വിയിലേക്ക് ഒരൊറ്റ സിംഗിൾ കപ്പാസിറ്റൻസ് ഞാൻ കണക്ട് ചെയ്യാൻ പോവാം. സെയിം പൊട്ടൻഷ്യൽ ആട്ടോ, ഈ പൊട്ടൻഷ്യൽ തന്നെയാണ് ഇതും, സെയിം ബാറ്ററിയാണ്. അപ്പൊ ഇവിടെ നമുക്ക് കിട്ടിയ ചാർജ് Q ആയിരുന്നു, ഇവിടെയും നമുക്ക് കിട്ടുന്ന ചാർജ് Q ആണ്. അപ്പൊ ഈ 3 കപ്പാസിറ്ററിനും പകരമായിട്ട് നമുക്ക് ഈ സിംഗിൾ കപ്പാസിറ്റൻസ് ഉപയോഗിക്കാം. അതിന് പറയുന്ന പേരാണ് ഇഫക്റ്റീവ് അല്ലെങ്കിൽ ഈക്വലന്റ് കപ്പാസിറ്റൻസ്. ഇഫക്റ്റീവ് അല്ലെങ്കിൽ ഈക്വലന്റ് കപ്പാസിറ്റൻസ്. ഇവിടെ നമ്മൾ Qന് ഇക്വേഷൻ ഇതിൽ എന്താ വരിക? ഈ ചിത്രം നോക്കിയിട്ട് Qന് ഇക്വേഷൻ എഴുതിയാൽ എന്താണ് വരിക? യെസ്, Q is equal to CV. അപ്പൊ ഇവിടെ ബാറ്ററി സെയിം ബാറ്ററിയാണ്, ഇവിടെയും സെയിം ബാറ്ററിയാണ്. ഇവിടെയുള്ള ചാർജ് Q ആണ്, ഇവിടെയുള്ള ചാർജ് Q. അപ്പൊ നമ്മൾ ഇക്വേഷൻ 1ലെ Qവും ഇക്വേഷൻ 2ലെ Qവും സെയിം ആണ്. നമുക്ക് ഇക്വേഷൻ 1നെയും 2നെയും ഇക്വേറ്റ് ചെയ്യാം. ഇക്വേഷൻ 1 is equal to ഇക്വേഷൻ 2. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ഫ്രം 1 and 2 C1V plus C2V plus C3V equals CV. എല്ലാത്തിനും V ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞാൽ എന്താ കിട്ടുക? C equals C1 plus C2 plus C3. അപ്പൊ ഒരു പാരലൽ കോമ്പിനേഷനിൽ C1, C2, C3 എന്നുള്ള കപ്പാസിറ്റേഴ്സിനെ കണക്ട് ചെയ്താൽ if 3 capacitors C1, C2 and C3 are connected in parallel, then the effective capacitance can be found by the equation C equals C1 plus C2 plus C3. ഇതാണ് ഒരു പാരലൽ കോമ്പിനേഷനിലെ ഇഫക്റ്റീവ്
കപ്പാസിറ്റൻസ്. ഇനി നമ്മൾ ഇതിൻ്റെ ഒരു ഡിസ്കഷനാണ്. അതിൽ ആദ്യത്തെ പോയിന്റ് നമ്മളൊരു എക്സാമ്പിൾ എടുക്കുക. C1 equals 1 microfarad, C2 equals 2 microfarad and C3 equals 3 microfarad are connected in parallel. അങ്ങനെയാണെങ്കിൽ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് എന്ത് വരുന്നു? ഫോർമുല അപ്ലൈ ചെയ്യുക. C equals C1 plus C2 plus C3, 1 plus 2 plus 3 equals 6 microfarad. ഇതൊരു എക്സാമ്പിൾ ആണ്, ഫസ്റ്റ് പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? നമ്മളെ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ കപ്പാസിറ്ററിനേക്കാളും കൂടുതലാണ്. നമ്മൾ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് എക്സാമ്പിൾ 6 അല്ലേ കിട്ടിയത്? C1നേക്കാളും C2നേക്കാളും C3നേക്കാളും അത് കൂടുതലാണ്. So the second point is the effective capacitance is greater than the largest capacitance. ഇനി മൂന്നാമത്തത്, എന്തിനാണ് ഈ കോമ്പിനേഷൻ ഉപയോഗിക്കുന്നത്? നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമുക്ക് 3 കപ്പാസിറ്റർ ഉണ്ട്. 1 മൈക്രോ, 2 മൈക്രോ ആൻഡ് 3 മൈക്രോ ഫാരഡ്. നമുക്ക് വേണ്ടത് അതിനേക്കാൾ കൂടിയ കപ്പാസിറ്റൻസ് ആണ്. അപ്പം എന്ത് ചെയ്താൽ മതി? അതിനെ പാരലായിട്ട് കണക്ട് ചെയ്താൽ മതി. So our third point is the parallel combination increases the effective capacitance. അടുത്ത ചോദ്യം, ഈ പറഞ്ഞ എക്സാമ്പിളിൽ ഏത് കപ്പാസിറ്ററിലാണ് കൂടുതൽ ചാർജ് ഉണ്ടാവുക? C1ലാണോ C2ലാണോ C3ലാണോ കൂടുതൽ ചാർജ് സ്റ്റോർ ചെയ്യുക? ചാർജിന്റെ ഫോർമുല എഴുതിയാൽ മതി. Q equals CV. Q equals CV. നമുക്കറിയാം പാരലൽ കോമ്പിനേഷനിൽ എല്ലാ കപ്പാസിറ്റേഴ്സിനും സെയിം പൊട്ടൻഷ്യലാണ്. പാരലൽ കോമ്പിനേഷനിൽ എല്ലാ കപ്പാസിറ്റേഴ്സിനും സെയിം പൊട്ടൻഷ്യലാണ്. അപ്പോൾ ചാർജ് മാക്സിമം ആവണമെങ്കിൽ എന്ത് മാക്സിമം ആയിരിക്കും? C മാക്സിമം ആയിരിക്കും. V എല്ലാത്തിലും സെയിം ആണ്. അപ്പോൾ Q മാക്സിമം ആവുക കൂടുതൽ വാല്യൂ ഉള്ള കപ്പാസിറ്ററിലായിരിക്കും. നമ്മൾ ഈ പറഞ്ഞ ഈ എക്സാമ്പിളിൽ C3ക്കാണ് വാല്യൂ കൂടുതൽ. സോ ദ ചാർജ് വിൽ ബി മാക്സിമം അക്രോസ് C3. നമ്മുടെ റിസൾട്ട് ഇതാണ്. The charge will be maximum across the largest capacitor in parallel combination. ഇനി അടുത്തത് n കപ്പാസിറ്റേഴ്സ് ഉണ്ട്. എല്ലാത്തിൻ്റെയും വാല്യൂ C ആണ്. അതിനെ നമ്മൾ പാരലൽ ആയിട്ട് കണക്ട് ചെയ്തു. എളുപ്പമാണ് അല്ലേ? CP equals C plus C plus C plus C എന്ന് കൊടുത്താൽ NC എന്ന് കിട്ടും. If n capacitors, each of capacitance C are connected in parallel, the effective capacitance CP equals NC. ഇനി ആറാമത്തെ പോയിന്റ്, നമ്മളെ കയ്യിൽ n കപ്പാസിറ്റേഴ്സ് ഉണ്ട്. ആ n കപ്പാസിറ്റേഴ്സിനെ ഞാൻ ആദ്യം സീരീസ് ആയിട്ട് കണക്ട് ചെയ്തു. n കപ്പാസിറ്ററിനെ ഞാൻ ആദ്യം സീരീസ് ആയിട്ട് കണക്ട് ചെയ്തു. പിന്നെ ഞാൻ അതിനൊക്കെ ഊരി മാറ്റി ആ n കപ്പാസിറ്റേഴ്സിനെ പാരലൽ ആയിട്ടും കണക്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ CS by CP എന്ത് വരും? I am having n equal capacitors of capacitance C. എല്ലാത്തിൻ്റെ വാല്യൂ C ആണ്. I have connected them in series combination and then I connect them in parallel combination. What will be the ratio of CS and CP? അപ്പോൾ നമ്മൾ പറഞ്ഞതാണ് CS എന്ന് പറയുമ്പോൾ C by N എന്നാണ് വരിക. അതേ കപ്പാസിറ്റേഴ്സിനെ പാരലൽ ആയിട്ട് കണക്ട് ചെയ്താൽ NC എന്നാ വരിക. നമ്മളിപ്പോൾ കണ്ടു. അങ്ങനെയാണെങ്കിൽ CS by CP എന്താ വരിക? C by N by NC എന്നാ വരിക. That is equal to 1 by N square. അപ്പോൾ CS by CP ന്റെ റേഷ്യോ 1 by N square.